ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ നമുക്കിത് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു വലിയ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുപ്പി തന്നെ എടുക്കണേ, പ്ലാസ്റ്റിക് അങ്ങനത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ സാധാ ബോട്ടിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണക്കമുന്തിരിയില്ലേ, അത് കഴുകിയെടുത്തിട്ട് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു അരക്കപ്പോളം ഉണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഈത്തപ്പഴമില്ലേ, അത് ഒരു 10ഓളം ഉണ്ട് കേട്ടോ. അത് കഴുകിയിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ ബദാമില്ലേ, ബദാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതൊരു അരക്കപ്പോളം ഉണ്ട് കേട്ടോ. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈത്തപ്പഴം അതുപോലെ തന്നെ ബദാം എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആപ്രിക്കോട്ടില്ലേ, അതാണ് കേട്ടോ. അതൊരു 5-6 പീസോളം ഉണ്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ഇതുപോലത്തെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ 5-6 പീസ് നമ്മൾ ഇതില്ലേ ഫിഗില്ലേ, അതാണ് കേട്ടോ, അത്തിപ്പഴമാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു പീസ് ഇഞ്ചിയാണ്. അത് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതൊരു 1/2 ടേബിൾ സ്പൂണോളം ഉണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 5-6 നെല്ലിക്കയാണ്. നെല്ലിക്ക കഴുകിയിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതൊരു 5-6 പീസോളം ഉണ്ട്. എന്നിട്ട് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം എല്ലാം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു 200 ഗ്രാം നമ്മൾ ഹണിയില്ലേ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഇറങ്ങിക്കോളും കേട്ടോ. എന്നിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. അത് അപ്പോഴേക്ക് നല്ലോണം മിക്സായിട്ട് നല്ല അലിഞ്ഞ് വരും എല്ലാം. അപ്പം തന്നെ നമുക്ക് കഴിക്കാനും പറ്റും. അതുപോലെ തന്നെ ഡെയിലി ഒരു സ്പൂണോളം വെച്ച് കഴിച്ചാൽ നമ്മൾ ബ്ലഡ് ലെവലൊക്കെ നല്ല ലെവലായിട്ട് വരും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വയറ്റിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരുവിധമൊക്കെ ഈ ഒരു മിക്സ് കഴിച്ചാൽ ശരിയായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബ്ലഡ് കുറഞ്ഞ ആൾക്കാർക്ക് പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പം ഇതുപോലെ ഓരോ സ്പൂൺ വെച്ചിട്ട് ഡെയിലി കഴിച്ചാൽ നമ്മളെ ബ്ലഡൊക്കെ നല്ല ഹൈ ആയിട്ട് വരുവേ. അപ്പം ബ്ലഡ് കുറവുള്ള ആൾക്കാരൊക്കെ ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.